കടുവയെ പിടികൂടി. പത്തനംതിട്ടയിൽ വീട്ടിലെ കിണറ്റിൽ വീണ കടുവയെ പിടികൂടി അതിനെ കൂട്ടിലേക്ക് ആക്കിയിരിക്കുന്നു. അതിനെ മിക്കവാറും പുലികളെല്ലാം വരുന്നുണ്ട്. കടുവ ആദ്യമായിട്ടാണ്. കടുവ എന്ന് അറിയുന്നില്ലായിരുന്നു. ഇപ്പൊ വീണ് കഴിയുമ്പോഴാണ് കടുവ എന്ന് അറിയുന്നത് തന്നെ. അതിന് വേണ്ട നടപടി എടുക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്തോഷമുണ്ട്. ആർക്കും ഒരാപത്തും പറ്റാതെ കടുവയെ പിടിച്ചോണ്ട് പോയി ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. ആളുകൾ സന്തോഷം പങ്കിടുകയാണ്. കടുവയെ പിടിച്ചോണ്ട് പോകാൻ സാധിച്ചതിലുള്ള സന്തോഷമാണ് അവർ പറയുന്നത്. കാരണം ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണെങ്കിലും പിടിക്കുവാൻ സാധിച്ചു. ചേട്ടാ, കടുവയെ പിടിച്ചു, നിങ്ങൾക്ക് എന്താ സന്തോഷമാണ്? വളരെ നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമാണ്. ഭയമില്ലാതെ കഴിയും. ഇനിയും ഉണ്ടെന്നാ പറയും. ഇവിടെ ഉണ്ട്, വനമല്ലേ, വനം അടുത്ത വനമാണ്. രാവിലെ കണ്ടിരുന്നോ? രാവിലെ വെളുപ്പിന് വന്ന് ഒരുപാട് പേരുണ്ട്. കണിച്ച് ശബ്ദം കേട്ടോണ്ട് ശബ്ദമായിരുന്നു. അയലൊക്കത്തുള്ളവരെല്ലാം ഓടി വന്നു. ഇത് കടുവ എന്ന് അറിയുന്നില്ല എന്നെങ്കിൽ തന്നെ അവരെല്ലാം കൂടെ ഓടി വന്ന് ലൈറ്റ് അടിച്ച് നോക്കി എല്ലാവരും വഹിച്ച് പുറമോട്ട് മാറുമായിരുന്നു ചെയ്തത്. വലിയ സന്തോഷമുണ്ടോ? കടുവയെ പിടിച്ചു. സന്തോഷം എന്ന് പറയാനില്ല. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം, എങ്കിലേ ഞങ്ങൾക്ക് സന്തോഷമാകും. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, ഞാനിന്ന് 3 ദിവസം കൊണ്ട് വെള്ളമില്ല, കുഴിക്കില്ല, അവിടെ പോകണം. കാട മൊത്തം വനമാ. ഞാൻ വെള്ളമില്ലാതെ എനിക്ക് പേടിച്ചിട്ട് പോകാൻ വയ്യാതെ ഇരിക്കുക. വലിയ ആശങ്ക തന്നെയാണ് കടുവയുടെ സാന്നിധ്യം. ഞങ്ങൾക്ക് ഭയങ്കര പേടി തന്നെയാണ്. എത്ര ദിവസം പറഞ്ഞ വലിയ ഭയമാണ് അവർക്ക് കടുവയുടെ കാര്യത്തിൽ. ഇപ്പോൾ ചിറ്റാർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം, ചിറ്റാർ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ടി കെ സജിയോടെ ചേരുകയാണ്. സജി ഇപ്പോൾ കടുവയെ പിടിച്ചിരിക്കുകയാണ്. ഒരു പരിധി വരെ ആശങ്ക ആ തരത്തിൽ ഒഴിയുന്നു. എങ്കിൽ പോലും വന്യജീവി വിഷയത്തിൽ ശക്തമായ നടപടി ആവശ്യമല്ലേ? വന്യജീവി വിഷയത്തിൽ ഈ കിഴക്കൻ മേഖലയിൽ ശക്തമായ നടപടി ആവശ്യമാണ്. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത്, പെരിയാർ ടൈഗർ റിസർവ് ഈ മൺപിലാവ് വില്ലൂന്നിപ്പാറ മേഖല കഴിഞ്ഞ് വനത്തിനകത്തുള്ള കുറേ ഏറെ ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവ് ഏരിയ, കക്കി ഗവി മേഖലകളാണ് ആ ഭാഗം. അവിടെ കടുവ ഉദ്യാനത്തിൽ വളർത്തുന്ന കടുവയിൽ ഒന്നാണ് ഈ വന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇവിടെ ചെയ്യാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായിട്ടും ആ കടുവ ഉദ്യാനത്തിന് ചുറ്റും കടുവ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള വലിയ വേലികൾ തീർക്കണം. രാജ്യത്തിൻ്റെ സ്വത്ത് അതിനുവേണ്ടി ഉപയോഗിക്കണം. ഈ നാട്ടുകാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വലിയ രീതിയിലുള്ള പദ്ധതി ഈ കിഴക്കൻ മേഖലയെ രക്ഷിക്കാനായിട്ട് നടത്തിയില്ലെങ്കിൽ ഇവിടുന്ന് ആളുകൾ പലായനം ചെയ്യും. ആളുകൾ വളരെയേറെ ഭീതിയിലാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കടുവ ഉദ്യാനത്തിന് ചുറ്റും സുരക്ഷിതമായ വേലി തീർത്തുകൊണ്ട് കടുവ ചാടി ഇപ്പുറത്ത് വരാത്ത രീതിയിൽ വലിയ വേലികൾ തീർത്ത് അതിനെ അവിടെ സംരക്ഷിക്കുക. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ കടുവയെ സുരക്ഷിതമായി തന്നെ എത്തിക്കുകയും ആളുകൾക്കൊന്നും പരിക്ക് പറ്റാതെ തന്നെ തിരികെ കൊണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അതൊരു ആശ്വാസ നടപടിയാണ്. തൽക്കാല ആശ്വാസമാണ്. പക്ഷേ ശാശ്വതമായ പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ കടുവ ഉദ്യാനത്തിന് ചുറ്റും സുരക്ഷിതമായ വേലി തീർത്തുകൊണ്ട് കടുവയെ അതിനുള്ളിൽ തന്നെ സംരക്ഷിച്ചോണം. അവർ ജനങ്ങളുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ അതിനെ അവിടെ സംരക്ഷിച്ചോണം. എങ്കിലേ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ നല്ല ഒന്നാന്തരം കർഷകരുടെ ഭൂമിയാണ് ഇവിടെ. നിങ്ങൾ നോക്ക്, കുരുമുളക്, റബ്ബർ, അതുപോലെ തന്നെ കോലിഞ്ചിയുടെ സംസ്ഥാനത്തെ കോലിഞ്ചിക്ക് നല്ല വിളവ് കിട്ടുന്ന മണ്ണായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് ഇവിടുത്തെ ആളുകൾ. അവർക്ക് സുരക്ഷിത ഒരുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കടുവ ഉദ്യാനം വളരെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതിനെ ആ രീതിയിൽ അവിടെ സംരക്ഷിക്കുക കടുവകളെ. അതാണ് അമ്മയോട് പറഞ്ഞിട്ടോ മോനെ. പിന്നെ ഞങ്ങൾക്ക് ഒരു കപ്പ ഇടാനിക്കല, ഒരു കാച്ചിൽ, ചേമ്പ്, ചേന, തെങ്ങിലെ തേങ്ങ ഒന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഞങ്ങൾ പട്ടിണി, നിങ്ങൾ പട്ടിണിയില്ലേ? ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അജിംഷാദ് RRT ഉദ്യോഗസ്ഥർ റാന്നി DFO സംസാരിക്കുന്നുണ്ട്. നമുക്ക് റാന്നി DFOയോട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം ഇല്ല, അത് രണ്ട് സാഹചര്യമാണ്. അപ്പോൾ അത് 2 സാഹചര്യത്തിലായതുകൊണ്ട് അത് വിഷയമല്ല. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ളൊരു കടുവയായിരുന്നു. അപ്പോൾ അതിന് ആ രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, ഇത് വേറൊരു ഇഷ്യൂ ആയിട്ട് വരുന്നതാണ്. സാന്നിധ്യം ഇവിടെ ആദ്യമാണ്. തുടർ നടപടികൾ ആരോഗ്യ പരിശോധന നമ്മൾ നടത്തും. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം നമ്മളതിനെ ഫിറ്റാണെങ്കിൽ ചീഫ് വൈൽഡ് വാർഡിൻ്റെ അനുമതിയോടുകൂടി റിലീസ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളതിനെ മറ്റ് ചികിത്സയ്ക്കായിട്ട് മാറ്റും. തീർച്ചയായിട്ടും മയക്കുമരുന്ന് ഇല്ല, ഒരു തവണ മയക്കുടി വെച്ചില്ലേ? ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇപ്പം പൂർത്തിയാക്കിയതിൽ. കാരണം ചെറിയൊരു ഏരിയ, ഉദ്യോഗസ്ഥർ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് വലിയൊരു തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുള്ളൊരു ദൗത്യമായിരുന്നു. പിന്നെ എല്ലാവരും സഹകരിച്ചു. എല്ലാവരും നാട്ടുകാരുടെയും നിങ്ങളുടെയും മാധ്യമങ്ങളുടെ എല്ലാവരും സഹകരണം ഉള്ളതുകൊണ്ട് വളരെ സേഫായിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഒരിക്കലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു പ്രതിഭാസമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. ഇത് ഈ ഒരു ടെറിട്ടറി ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അത് ഫ്ലോട്ട് ചെയ്ത് പുറത്ത് വന്നൊരു അനിമലാണ്. കാരണം ആ അനിമലിൻ്റെ ഏജ് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കാരണം അത് യങ് അനിമലാണ്. അപ്പോൾ അതല്ലാതെ ഒരു ഇര പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് വരേണ്ട ഒരു ആവശ്യം കാണുന്നില്ല അതിന്.
ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണാൻ സാധിക്കും. യാതൊരു ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യവാനായിട്ടാണ് കാണുന്നത്. അല്ല, അത് നമ്മൾ കടുവ ഒരു 2 to 3 years ഏജിൽ അതിൻ്റെ ഓരോ കടുവകൾ അതിൻ്റെ പുതിയ പുതിയ ടെറിട്ടറികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാറ്റ് സ്പീഷീസിന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുണ്ടാവുന്നു, അതിൻ്റെ കടുവകൾ തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചിറ്റാറേക്കാണ് പോകുന്നത്. അവിടുന്ന് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം നമ്മൾ തീരുമാനിക്കും. താങ്ക് യു. റാന്നി DFO ആണ് സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ DFO പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്തെന്നാൽ ഒരു കാടിന്റെ ഡെപ്ത് അളക്കുന്നത് കടുവയുടെ എണ്ണം വെച്ചിട്ടാണ്. ഓരോ കടുവയും അത് മെച്ചുറാവുന്ന മുറയ്ക്ക് അതിൻ്റെ ഇണയെ തേടുന്ന പ്രായമാകുന്ന മുറയ്ക്ക് അത് ഓരോ ടെറിട്ടറി രൂപപ്പെടുത്തും. അങ്ങനെ ഉള്ളതാണിത്. ഇത് വയ്യാത്തത് കൊണ്ട് ഇരപിടിക്കാനായി കയറിയതല്ല, വളരെ ചെറുപ്പമുള്ള കടുവയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അത് ഈ ടെറിട്ടറി രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എത്തപ്പെട്ടതായിരിക്കും. അങ്ങനെയാണ് വീണത്. അതാണ് DFO വിശദീകരിച്ചത്, അല്ലേ സുജുട്ടി ബാബു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് DFO വിശദീകരിച്ചത്. ഇവിടെ നാട്ടുകാർ തുടരുകയാണ്. ഇപ്പോൾ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ് അല്ലേ, ഈ കടുവ വന്നു, ഇപ്പം കടുവയെ പിടികൂടി, ഒരു ആശ്വാസമാണല്ലേ? തീർച്ചയായിട്ടും വന്നു. ജനവാസ പ്രദേശമല്ലേ ഇവിടെ, അത് ജനത്തിൻ്റെ പിന്നെ ഈ വനത്തിൻ്റെ സ്രോതസ് ഇവിടെ തന്നെയാണ്. ഈ മൃഗങ്ങളെല്ലാം പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. പക്ഷേ അത് ഈ കടുവ എന്ന് പറയുന്ന സാധനം ആദ്യമേ നിന്നാണ് ഇവിടെ വന്നൊരു ഭീതി. ഇപ്പം പ്രദേശം പിന്നെ പുലിയൊക്കെ വന്ന് പശുവിനെയൊക്കെ പിടിച്ചിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാന്ന് പറഞ്ഞാലും നമ്മളിപ്പം ഇത് പരിസ്ഥിതി സന്തുലനം നമുക്ക് വേണമല്ലോ എപ്പോഴും. നമ്മൾ വന്യജീവികൾ വനമൊക്കെ വേണം എന്നുള്ളത്, മനുഷ്യൻ്റെ ജീവിതവും നടക്കണം. അതിന് തക്കതായ കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിലും നിയമപരമായിട്ടുമൊക്കെ മാറി വരേണ്ട കാര്യങ്ങളുണ്ട്. ഒരു ആലോചനാമൃതമായ കാര്യങ്ങൾ നടത്തേണ്ട വേദികളുണ്ട്, അവിടെ വരട്ടെ. അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇതിന് വന സംരക്ഷണം ഉറപ്പാക്കണം, അതിനോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവനും സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിലേക്കാണ് സർക്കാരും വനവകുപ്പും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം സജി പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഈ പെരിയാർ ടൈഗർ റിസർവ് മേഖല ഇതിന് അടുത്താണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നേരത്തെ പറഞ്ഞതുപോലെ ടെറിട്ടറി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായും ഒക്കെ ഇത്തരത്തിൽ കടുവകൾ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പുറത്തിറങ്ങാത്ത വിധം വേലി കെട്ടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ വന നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചിന്തകൾ വേണം എന്നുള്ളത് നേരത്തെ തന്നെ സംസ്ഥാനം ആവശ്യപ്പെടുന്നതാണ്. ആ ആവശ്യമാണ് ജില്ലാ പഞ്ചായത്ത് അംഗവും ഉന്നയിച്ചത്. സുജുട്ടി ബാബു. തീർച്ചയായിട്ടും അജിംഷാ, നമ്മൾ ഈ കാര്യം നിരവധി തവണ ഈ വനമേഖലയിലെത്തി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഈ വന്യജീവിയെ നിയന്ത്രിക്കാനുള്ള ഫലവത്തായ ഇടപെടൽ സംസ്ഥാന സർക്കാരിനും വനവകുപ്പിനും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും കേന്ദ്ര നിയമമാണ് പ്രധാനമായി ഇതിന് തടസ്സം നിൽക്കുന്നത്. അത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലഘട്ടം മുതൽ, ഇന്ദിരാഗാന്ധി കാലഘട്ടത്തിൽ മുതൽ വന്ന നിയമ ഭേദഗതികൾ തുടർച്ചയായി നടത്തിയ അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇതിന് തടസ്സമായി നിൽക്കുന്നതാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണമേകണമെങ്കിൽ ഈ കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റം നടപ്പാക്കണം. അതിൽ നിയമപരമായ പരിഷ്കരണം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഈ നാട്ടിലെ ജനത നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. നമുക്കറിയാം, ഇടതുപക്ഷ MP-മാർ പാർലമെന്റിൽ ഉൾപ്പെടെ നിരന്തരം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെന്നോ കേന്ദ്രമന്ത്രിയുടെന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സംസാരിക്കുക കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ പ്രതികരണം ഉണ്ടാകുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ തരത്തിൽ ഈ കാര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ ദൗത്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ദൗത്യത്തിൽ ഭാഗമായിരുന്നു. എങ്ങനെ ഒരു വലിയൊരു ദൗത്യമായിരുന്നു. ഞങ്ങളെ ഒരു 10-11 മണിക്കാണ് മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങളുടെ നെറ്റ് ഡ്രോപ്പ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒത്തിരി ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റി കാര്യങ്ങൾ. നെറ്റ് ഉപയോഗിച്ചത്? അതെ അതെ അതെ. സാധാരണഗതി നമുക്കറിയാം, രക്ഷാപ്രവർത്തനത്തിൽ ഫയർഫോഴ്സിനെ കവിഞ്ഞൊരു സേന കേരളത്തിനില്ല. ഇത്തരം ഈ കടുവയെ പിടികൂടാന്നാണ് അത്ര പതിവുള്ള കാര്യമല്ലോ. ഇതിൽ ഈ ദൗത്യം എന്തായിരുന്നു എക്സ്പീരിയൻസ്, എങ്ങനെ നടപടിക്രമം എങ്ങനെയായിരുന്നു? വളരെ ഇതായിരുന്നു, ഭയാനകമായിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം ഇതിപ്പോൾ നമ്മൾ ഇത്രയും താഴ്ചയിൽ കടുവ കിടക്കുന്നു പ്രശ്നമില്ല, പക്ഷേ അതിനുശേഷം ഇതിനെ ഓരോ നിമിഷം മേളിലോട്ട് കയറ്റുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് പാനിക്കാവും. നെറ്റ് ഇട്ടിട്ട് ഞങ്ങൾ ഒരു ബ്ലോവർ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലോവർ വെച്ചിട്ട് എയർ പ്രഷർ അതിൻ്റെ ഫോഴ്സിൽ ചെയ്യുമ്പോൾ അത് ഒരു സൈഡിലോട്ട് മാറും. അപ്പോൾ അതനുസരിച്ച് ഓരോ സൈഡ് ടൈറ്റ് ചെയ്യും. 4 സൈഡിലും റിങ് ലോക്ക് ചെയ്തിട്ടാണ് ടൈറ്റ് ചെയ്തത്. അപ്പോൾ ഇത് അവസാനം ടൈറ്റ് ചെയ്യുമ്പോൾ ഇതങ്ങ് അതിനകത്തങ്ങ് ചുരുങ്ങിപ്പോകും. അപ്പോൾ ആ രീതിയിൽ
മയക്കൊടി അതെ, അതിനുശേഷം ഈ ലോക്ക് ആയതിനു ശേഷം മയക്കൊടി വെച്ചത്. ഈ ബ്ലോവർ അതിനുവേണ്ടി യൂസ് ചെയ്തില്ലേ? അതെ അതെ, ഈ സൈഡിലോട്ട് മാറ്റാനായിട്ട് എയർ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സഫോക്കേഷൻ വന്ന് മാറുമല്ലോ അങ്ങനെ. സാറൊക്കെ ആദ്യം എത്തുമ്പോൾ വലിയ ശൗര്യത്തിൽ മുരളുന്നതാണ്. ആണ് അല്ല, എടുക്കുന്ന സമയം മയക്കൊടി വയ്ക്കുന്നവരെ അതേ ശൗര്യം ഉണ്ടായിരുന്നു. ഭയം ഉണ്ടായിരുന്നു പിന്നെ ഉറപ്പായിട്ടും വളരെ ശൗര്യത്തിൽ നിൽക്കുന്നില്ലേ? എത്ര ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്? ഞങ്ങളെ സ്റ്റേഷൻ ഓഫീസർ ശശി സാറിൻ്റെ നേതൃത്വത്തിൽ SFR അരുൺകുമാർ സാറ്, പിന്നെ എൻ്റെ പേര് പ്രതീഷ് കുമാർ, ഇവിടെ ശരത്ത്, ഭാർഗവൻ സാറ്, ദയാലൻ സാറ്, അങ്ങനെ ഒരു 6-7 പേരടങ്ങുന്ന ടീമായിരുന്നു. വലിയൊരു ദൗത്യത്തിന്റെ പങ്കാളിയാകാൻ ഭാഗ്യം. അതെ അതെ അതെ. ഓക്കെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് സംസാരിച്ചത്. അവരും ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. അവർ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഇതിനെ പുറത്തെത്തിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതും. റാന്നി DFO കൃത്യമായി അറിയിച്ചിരിക്കുന്നതിന് ചിറ്റാറിലേക്ക് ഈ കടുവ എത്തിക്കും, അതിനുശേഷം വൈദ്യപരിശോധന നടത്തും, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ ഉൾവനത്തിലേക്ക് തുറന്നുവിടുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും, അല്ല എങ്കിൽ അതിനെ ചികിത്സ നൽകുന്നതിനെ പറ്റിയുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും എന്നാണ്. നിലവിൽ അവർക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ കടുവയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഒരു യങ് ആയിട്ടുള്ള കടുവയാണെന്നാണ് പറഞ്ഞത്. ടെറിട്ടോറിയൽ ഇഷ്യൂ, അതായത് കടുവകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഈ പ്രദേശത്തെ കടുവ എത്തിയതാകാം, ഇര പിടിക്കാനുള്ളതാകാൻ സാധ്യതയില്ലെന്നുമാണ് റാന്നി DFO പറഞ്ഞു വെക്കുന്നത്.